ഫൈനലിൽ കാലിടറുന്നവർ എന്ന ചീത്തപ്പേര് ഇനി ദക്ഷിണാഫ്രിക്കയ്ക്കില്ല. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കി ദക്ഷിണാഫ്രിക്ക. ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ കന്നി ICC കിരീടം നേടിയത്. ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ദക്ഷിണാഫ്രിക്ക ജേതാക്കളായത്. ICC ടൂർണമെന്റുകളിലെ നോക്കൌട്ട് ഘട്ടങ്ങളിൽ വീണുപോകുന്നവരെന്ന പഴി ഇനി ദക്ഷിണാഫ്രിക്കയ്ക്കില്ല. കഴിഞ്ഞ വർഷം 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോടേറ്റ തോൽവിയിൽ വേദനിച്ച ആരാധകർക്ക് മറ്റൊരു ICC കിരീടത്തോടെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ആശ്വാസമേകിയിരിക്കുന്നു. 1998 ബംഗ്ലാദേശിൽ നടന്ന ICC നോക്കൌട്ട് ട്രോഫി വിജയിച്ച ശേഷം 27 വർഷങ്ങൾക്കിപ്പുറം ദക്ഷിണാഫ്രിക്കയ്ക്ക് മറ്റൊരു ICC കിരീടം കൂടി. സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ഓപ്പണർ എയ്ഡൻ മാർക്രത്തിന്റെ ഇന്നിംഗ്സ് ഇനി പ്രോട്ടീസിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലാണ് സ്ഥാനം. 207 പന്തുകൾ നേരിട്ട മാർക്രം 136 റൺസ് എടുത്ത ടീം വിജയത്തിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് പുറത്തായത്. ജയിക്കാൻ 6 റൺസ് വേണ്ടിയിരുന്നപ്പോൾ കൂട്ടിനടിക്ക് ശ്രമിച്ച മാർക്കത്തിന് പിഴയ്ക്കുകയായിരുന്നു. കാലിലെ പേശിവലിവ് അലട്ടിയിട്ടും ടീമിനായി ക്രീസിൽ തുടർന്ന ക്യാപ്റ്റൻ ടെമ്പ ബവൂമയുടെ ഇന്നിംഗ്സിന് കൈയടിക്കാതിരിക്കുന്നത് എങ്ങനെ? 3-ാം വിക്കറ്റിൽ മാർക്രം ബവൂമ സഖ്യം കൂട്ടിച്ചേർത്തത് 147 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട്. കിരീട വിജയത്തിൽ നിർണായകമായതും ഈ കൂട്ടുകെട്ടാണ്. 134 പന്തുകൾ ക്രീസിൽ നിന്ന് നേരിട്ട 66 റൺസ് എടുത്താണ് ബവൂമ മടങ്ങിയത്. 5 ബൗണ്ടറികൾ അടങ്ങുന്നതായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ്. 21 റൺസുമായി ഡേവിഡ് ബെഡിംഗാമും 4 റൺസുമായി കെൽവെരേനയും പുറത്താകാതെ നിന്നു. 2 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടെമ്പ ബവൂമയുടെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. 4-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച അവർക്ക് 4 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും വിക്കറ്റ് നഷ്ടമായി. ബവൂമയെ പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി പിടികൂടുകയായിരുന്നു. തുടർന്ന് മാർക്രത്തിന് പിന്തുണ നൽകി ക്രീസിൽ തുടർന്ന ട്രിസ്റ്റൻ സ്റ്റബ്സിനെ സ്റ്റാർക്ക് പുറത്താക്കി. 43 പന്തുകൾ നേരിട്ട 8 റൺസായിരുന്നു സ്റ്റബ്സിന്റെ സമ്പാദ്യം. നേരത്തെ ഓസ്ട്രേലിയയുടെ 2-ാം ഇന്നിംഗ്സ് 207 റൺസിൽ അവസാനിച്ചിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 74 റൺസ് ലീഡ് നേടിയ ഓസീസിന് മൊത്തം 281 റൺസ് ലീഡ് ലഭിച്ചു. 282 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ദക്ഷിണാഫ്രിക്ക 3-ാം ഓവറിൽ തന്നെ ഓപ്പണർ റയാൻ റിക്കൽട്ടനെ നഷ്ടമാക്കി. 282 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ദക്ഷിണാഫ്രിക്ക 3-ാം ഓവറിൽ ഓപ്പണർ റയാൻ റിക്കൽട്ടനെ നഷ്ടമായിരുന്നു. 282 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 3-ാം ഓവറിൽ തന്നെ ഓപ്പണർ റയാൻ റിക്കൽട്ടന്റെ വിക്കറ്റ് നഷ്ടമായി. 6 റൺസ് എടുത്ത താരത്തെ മിച്ചൽ സ്റ്റാർക്കാണ് പുറത്താക്കിയത്. പിന്നാലെ 2-ാം വിക്കറ്റിൽ മാർക്രം വിയാൻ മൾഡൻ സഖ്യം 61 റൺസ് ചേർത്തോടെ ദക്ഷിണാഫ്രിക്ക ഇന്നിംഗ്സ് ട്രാക്കിലാക്കി. 50 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത മൾഡറെയും സ്റ്റാർക്കാണ് പുറത്താക്കിയത്. തുടർന്നായിരുന്നു ടെസ്റ്റിന്റെ വിധി നിർണയിച്ച മാർക്രം ബവൂമ കൂട്ടുകെട്ടിന്റെ പിറവി.